നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടം, മറുവശത്ത് എം എ ഷഹനാസ്. രണ്ടുപേരുടെയും കേസുകൾ അതിവിചിത്രമാണ്. 3 ബലാത്സംഗ പരാതികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചത്. 3 കേസുകളിലും കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ അതിജീവിതകളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന ഉപാധി വച്ചിരുന്നു. എന്നാൽ രണ്ടാം പരാതിക്കാരിയെ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം വാട്സാപ്പ് കോളിൽ വിളിച്ചുവെന്നാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത്. ഫെബ്രുവരി 16-ാം തീയതി രണ്ടാം പരാതിക്കാരി തൻ്റെ രഹസ്യമൊഴി നൽകി. അതിന് തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 17-ന് രാഹുൽ മാങ്കൂട്ടം പരാതിക്കാരിയെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ മാസം 28-ാം തീയതി രാഹുലോ അഭിഭാഷകനോ കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി പറയുന്നത്. കൊല്ലം സ്വദേശിനിയാണ് ഇപ്പോൾ ബംഗളൂരുവിലുള്ള ഈ യുവതി. ഫെബ്രുവരി 17-ാം തീയതി വൈകുന്നേരം 7:30 മണിക്കാണ് രാഹുൽ തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്ന് പരാതിക്കാരി പറയുന്നു. രാഹുൽ ഫോൺ ചെയ്തപ്പോൾ താൻ എടുത്തില്ല. ഫോൺ വന്നത് തനിക്ക് കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കി. വല്ലാത്ത ഭയമാണ് ആ ഫോൺ വന്ന ആ നിമിഷം മുതൽ തനിക്ക്. ഹർജിക്കൊപ്പം പരാതിക്കാരിയുടെ പരാതിയും മൊബൈൽ ഫോണിന്റെ സ്ക്രീൻഷോട്ടും ഹാജരാക്കിയിരിക്കുന്നു. ഈ പരാതിക്കാരി മുൻപ് തന്റെ പരാതി അയച്ചത് KPCC പ്രസിഡന്റിനായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് വകുപ്പിനുമൊക്കെ പരാതി നൽകാൻ എല്ലാ സൗകര്യങ്ങളും മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവിന് പരാതിക്കാരി പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. പിന്നീട് എന്തിനാണ് രാഹുൽ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാനോ ബന്ധപ്പെടാനോ ശ്രമിച്ചത്? കേസ് പൂർണ്ണമായും രാഹുലിന് അനുകൂലമായി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അബദ്ധം ഇപ്പോൾ രാഹുൽ കാട്ടിക്കൂട്ടിയത്. പരാതിക്കാരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് രാഹുൽ തന്നെയാണോ എന്ന് വ്യക്തമല്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശലക്ഷ്യങ്ങൾ രാഹുലിനുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചും വ്യക്തമല്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ രാഹുൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചില കോൺഗ്രസ് മധ്യസ്ഥന്മാർ രാഹുലുമായി സംസാരിച്ചു. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ കോൺഗ്രസിലേക്ക് മടങ്ങി വരാമെന്നും പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്നും അവർ രാഹുലിനെ ഉപദേശിക്കുന്നു. കോൺഗ്രസിൽ തന്നെയാണ് വല്ലാത്ത ഭയം ഇപ്പോൾ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കട്ടയ്ക്ക് വിമർശനങ്ങളും പരിഹാസങ്ങളുമായി രംഗത്ത് വന്നിരുന്നു എം എ ഷഹനാസ് എന്ന എഴുത്തുകാരി. ഇവർ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. രാഹുൽ ഒരു ഒന്നാന്തരം കോഴിയാണ് എന്ന് എം എ ഷഹനാസ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നീടാണ് ഷഹനാസിനെതിരെ നിരവധി ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുവന്നത്. ആൾമാറാട്ടം ഉൾപ്പെടെ ഷഹനാസിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളുണ്ടായി. തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് കാട്ടി രാഹുൽ മാങ്കൂട്ടം തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതിയും നൽകിയിരുന്നു. എം എ ഷഹനാസിനെതിരെ നിലവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം എ ഷഹനാസിനെതിരെ രാഹുൽ ഇറങ്ങിത്തിരിച്ചത്. ഈ പണം പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഉപയോഗിക്കുമെന്നൊക്കെ രാഹുൽ പറഞ്ഞിരുന്നു. കേസും പ്രശ്നങ്ങളുമൊക്കെ ഒരു വഴിക്ക് നീങ്ങുമ്പോൾ ഇതാ മറുവശത്ത് എം എ ഷഹനാസ് പറയുന്നു താൻ ആത്മഹത്യയുടെ വക്കിലാണ്. കുടുംബജീവിതം തകരുന്ന ഘട്ടത്തിലെത്തി. സൈബർ ആക്രമണത്തിനെതിരെ ഇപ്പോൾ എം എ ഷഹനാസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിക്കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തിക്കുകയായിരുന്നു അവർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് തനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അനുയായി നിബു വർഗീസാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇത്രയേറെ പരിഹസിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയ തോതിൽ അപമാനിക്കുന്നുവെന്ന് എം എ ഷഹനാസ് പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മോശമായ ചിത്രങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നു. താൻ ഭർത്താവും കുട്ടിയുമായി ജീവിച്ചു വരികയാണ്. സൈബർ ആക്രമണത്തെ തുടർന്ന് താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ. 2022-ൽ എഴുത്തുകാരൻ VR സുധീഷ് എം എ ഷഹനാസിനെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. അപകീർത്തിപരമായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് VR സുധീഷിന്റെ ആവശ്യം. എന്നാൽ പിന്നീട് എം എ ഷഹനാസ് കോടതിയിൽ ഹാജരായില്ല. ഇതിനെ തുടർന്ന് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എം എ ഷഹനാസ് കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്ന് വലിയ തോതിൽ പരിഹാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിക്കാനിറങ്ങിയ എം.എ. ഷഹനാസിന്റെ ദുരവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും തുറന്നെഴുതിയത്. പ്രസാധകയും കോൺഗ്രസ് സഹയാത്രികയും KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയുമാണ് എം.എ. ഷഹനാസ്. ഒടുവിൽ എം.എ. ഷഹനാസ് VR സുധീഷിന്റെ കേസിൽ കോടതിയിൽ ഹാജരായി. ഷഹനാസിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് എം.എ. ഷഹനാസ് കോടതിയിലെത്തിയത്. കോഴിക്കോട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഷഹനാസ് എത്തി. ഇതിനിടയിൽ നിയാസ് മലബാറി എന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഷഹനാസിനെ പൂട്ടിയത്. ഷഹനാസ് നടത്തിയ വിദേശയാത്രകൾ കള്ളപ്പണ ഇടപാടിനാണോ എന്ന ചോദ്യം നിയാസ് മലബാറി ഉയർത്തി. വ്യാജപേരിൽ ഷഹനാസ് ID കാർഡുകൾ അടക്കം കൈവശം സൂക്ഷിക്കുന്നുണ്ട് എന്ന് തെളിവുകൾ നിരത്തി മലബാറി ആരോപിച്ചു. ചെറിയൊരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന എം.എ. ഷഹനാസ് എങ്ങനെ തുടർച്ചയായി വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്നു? ഷഹനാസിന് പ്രിയ സജീഷിനെ അറിയാമോ എന്ന ചോദ്യമാണ് മലബാറി ഉയർത്തിയത്. സജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിൻ്റെ പേര്. മകളുടെ പേര് സിനി എന്നാണ്. ഒരു പ്രസാധന കമ്പനിയിൽ സിനി പാർട്ട്ണറാണ്. പ്രിയയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയിലെ ഫോട്ടോയ്ക്ക് ഷഹനാസുമായി ബന്ധമുണ്ട്, സാമ്യമുണ്ട് എന്നാണ് മലബാറി പറഞ്ഞത്. നിരവധി തെളിവുകൾ നിയാസ് മലബാറി എം.എ. ഷഹനാസിനെതിരെ തൊടുത്തുവിട്ടു. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഷഹനാസിനെതിരെയുള്ള വികാരം ആളിക്കത്തി. ഇതിനിടയിലാണ് എഴുത്തുകാരൻ VR സുധീഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സുധീഷ് നൽകിയ മാനനഷ്ട കേസുമൊക്കെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നത്. VR സുധീഷിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയ എം.എ. ഷഹനാസിനെതിരെ സുധീഷ് കേസ് നൽകുകയായിരുന്നു. എന്നാൽ എം.എ. ഷഹനാസിനെ പൊളിച്ചടുക്കി സ്മിത സൈലേഷിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഷഹനാസ് VR സുധീഷിന് അയച്ച ചാറ്റിൽ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും എനിക്ക് കുറേയേറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആ സമയത്തൊന്നും നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും എന്നെ ചൂഷണം ചെയ്തിട്ടില്ലെന്നും പറയുന്നു. നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടന്നിട്ടില്ലെന്ന് അയാൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞവരെക്കുറിച്ച് പറയാനും കാണിച്ചു തരാനും വരാമെന്നും പറയുന്നു. ഒരു ചാറ്റിൽ നിറയെ അപ്പുറത്ത് നിൽക്കുന്നയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം. അനുനയ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ഷഹനാസിനെ സുധീഷ് മാഷ് ബ്ലോക്ക് ചെയ്യുന്നു. ഇതവർക്കിടയിലുണ്ടായ ലാസ്റ്റ് കോൺവെർസേഷൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനുശേഷം VR സുധീഷ് ചാറ്റിൽ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായ ഒരു പരാതി പോകുന്നു. ഈ സാഹിത്യകാരൻ തന്നോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് കേസ്. ചാറ്റിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞയാൾ തന്നോടൊരിക്കലും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് അവർ തന്നെ പറഞ്ഞയാൾ തന്നെക്കുറിച്ച് മോശമായി പെരുമാറി അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിപ്പെട്ടതിലെ പരസ്പര വിരുദ്ധത ചൂണ്ടിക്കാണിക്കാനാണ് കഴിഞ്ഞ പോസ്റ്റിൽ ശ്രമിച്ചത്. ഈ പോസ്റ്റിൽ ഷഹനാസ് പങ്കുവച്ച പോസ്റ്റിൽ ഒറ്റയ്ക്ക് വരൂ, ഉമ്മ വയ്ക്കണമെന്ന് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ട് കണ്ടു. ആ സ്ക്രീൻഷോട്ട് കണ്ട സാഹചര്യത്തിലാണ് ഷഹനാസിന് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ടെന്ന് കരുതി പോസ്റ്റ് റിമൂവ് ചെയ്തത്. ഞാൻ പങ്കുവച്ച ചാറ്റിലേത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച ലാസ്റ്റ് കോൺവെർസേഷനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ ചാറ്റിൽ നിങ്ങളോട് മോശമായി സംസാരിച്ചയാളെ നിങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതും നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങളോട് മോശമായി പെരുമാറിയ ആളെ ഒരിക്കലും നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയില്ലല്ലോ മാഷെ എന്നൊക്കെ അനുനയിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട്? ഒറ്റയ്ക്ക് ഒരു ഉമ്മ തരാം എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ സംഭവമാണ്, പൊളിയാണ്, കിടുവാണ് എന്നൊക്കെ ആരെങ്കിലും പറയുമോ? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് മറുപടി ഷഹനാസ് തന്നെ പറയുമെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ലാസ്റ്റ് കോൺവെർസേഷൻ ആയിരുന്നില്ലേ? സുധീഷ് മാഷിന് ഒരു രൂപക്കൂടും വിശുദ്ധിയും പദവിയും എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പോസ്റ്റല്ല. ചാറ്റിലും പരാതിയിലും കണ്ട പരസ്പര വിരുദ്ധത ചൂണ്ടിക്കാണിക്കാൻ മാത്രം പോസ്റ്റ് ചെയ്തതാണ്. നിങ്ങളെ ലൈംഗിക അഭിവാഞ്ചയോടെ മാത്രം സമീപിക്കുന്ന യുവാക്കളോടും വൃദ്ധരോടും മലരെ മോന്ത അടിച്ച് പൊട്ടിക്കും എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നല്ലോണം ഫലപ്രദമാണ്. എന്നിട്ട് നടപടിയായില്ലെങ്കിൽ അങ്ങനെ മോശം മനുഷ്യരെ കൺവിൻസ് ചെയ്യാനോ അനുനയിപ്പിക്കാനോ നിൽക്കാതെ പണി വരുന്നുണ്ട് അവറാച്ചാന്നും പറഞ്ഞ് പരാതിപ്പെട്ട് നല്ല മുട്ടൻ പണി കൊടുത്തോളൂ. ഒരു വിരോധവുമില്ല. ഷഹനാസിന്റെ വാട്സാപ്പ് ചാറ്റുകളും സ്മിത സൈലേഷ് പങ്കുവച്ചിട്ടുണ്ട്. സ്മിത വീണ്ടും എഴുതിയിട്ടുണ്ട്. അത് മറ്റൊരു ഉശിരൻ പോസ്റ്റ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ വാദിയാര് പ്രതിയാര് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി കളത്തിലിറങ്ങിയ എം.എ. ഷഹനാസ് ഇപ്പോൾ ചുരുണ്ടുകൂടിയ പരുവത്തിലാണ്. കോടതിയലക്ഷ്യ നടപടികൾ ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ നേരിടുന്നു ഒരു വശത്ത്. മറുവശത്ത് VR സുധീഷ് തന്നെ ഷഹനാസിനെ ചുരുട്ടിക്കൂട്ടുന്നു. അതിനിടയിൽ രാഹുലിനെതിരെ പറഞ്ഞ ആ പ്രസ്താവന അത് ഷഹനാസിന്റെ നേർക്കിപ്പോൾ തിരിഞ്ഞുകുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.